ഇവിടെ എന്ന് പറയുമ്പോൾ ബലി കൊടുത്തിട്ട് അത് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ കൊടുക്കും. നട്ടുച്ച നേരത്താണെന്നുണ്ടെങ്കിലും ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ വന്ന ഒരു ചായ കുടിക്കണം. ഹായ് ഗായ്സ്, അപ്പൊ ഇന്നതാ നമ്മളൊരു ചെറിയ ട്രിപ്പ് പോലെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഒറ്റയ്ക്കുള്ള ട്രിപ്പ് പോണത്. അപ്പൊ ഒന്നുമില്ല, പെരുന്നാളൊക്കെ ആയിട്ട് മുത്തൂസിനും വീട്ടിലേക്ക് പറഞ്ഞില്ല, പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് എവിടേക്കും പോയിട്ടില്ല, ഓളെ വീട്ടിലേക്ക് പോയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം. 2 ദിവസമായിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചേ അപ്പൊ എന്നാ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോവാന്നുള്ളത്. അങ്ങനെ കൂടുതലായിട്ട് എങ്ങോട്ടുമില്ല. നേരെ മുത്തൂസ് പോണത് കൊല്ലംകോടാണെന്നുണ്ടെങ്കിൽ പോയിട്ടുമില്ല. പിന്നെ ഒരു ലോങ് ട്രിപ്പ് പോകാനുള്ള ഒരു ഇതിപ്പോ ഇല്ലേനോ. നാളെ സ്കൂൾ തുറക്കാണ്. അപ്പൊ എന്റെ കുട്ടിയൊക്കെ നാളെ സ്കൂളിൽ പോവില്ലേ? അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് പോകുന്ന വയ്ക്കാൻ കാണല്ലോ. മുത്തശ്ശിന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? മുത്തശ്ശ് കൊറേ കാലമായിരിക്കും ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കണം എന്ന് പറയണം. അടിപൊളിയാണ്. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മളെ യാത്ര ഇവിടുന്ന് ആരംഭിക്കണല്ലേ മുത്തൂസേ? അപ്പൊ ഒരുപാട് ദിവസമായി ഇങ്ങനെ ഒരു യാത്രന്റെ ഒക്കെ ഒരു വ്ലോഗ് കൊടുത്തിട്ടില്ലേ മുത്തൂസേ? നമ്മള് കുറച്ചായി കൂടെ നമ്മള് വ്ലോഗ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മള് വീണ്ടും വ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ അറിയാലോ, മുത്തൂസിന് പെരുന്നാളായിട്ട് ലീവ് കൊടുത്തില്ല എന്നൊക്കെ പരാതിയൊക്കെ പറഞ്ഞ് നമ്മൾ ലീവ് ഒക്കെ കൊടുത്തത് നിങ്ങൾക്ക് അറിയാലോ. എന്താ വലുത്തുമത്തെ വീഡിയോ? എടുക്കണ്ട്. അതിനെന്തായി? അതിനെന്തായി? അപ്പൊ വീഡിയോ എടുക്കണ്ടേ? ഓനെ നമ്മള് സ്കൂൾക്ക് പറഞ്ഞ വെച്ചിട്ട് നമ്മള് ടൂറൊക്കെ പോവാ. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കും. ഓനെ കൂട്ടണ്ട. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്നുള്ള യാത്ര നേരെ നമ്മൾ ആദ്യം പോകുന്ന കേട്ടോ മുത്തൂസ്? കൊല്ലംകോട്. അതിന്റെ മുന്നേ മുത്തൂസ് വേറെ എന്തോ സ്ഥലം പറഞ്ഞല്ലോ, മീൻവെള്ളം വാട്ടർഫാൾസ്. അത്ര ഞാനിപ്പോ മാപ്പ് എടുത്തിട്ടുള്ളത് ഒന്ന് കൊല്ലംകോട്, അതേപോലെ തന്നെ നമ്മള് കിന്നക്കര റെയിൽവേ സ്റ്റേഷന്, പിന്നെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട, കൊല്ലംകോട് വ്യൂ പോയിന്റ്, അതേപോലെ തന്നെ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം, പിന്നെ കുടിലിടം ടൂറിസ്റ്റ് പോയിന്റ്, മുതുമല എന്താണ് അല്ല മുതലമട റെയിൽവേ സ്റ്റേഷന്, പിന്നെ കുന്നമ്പിടാരി മല. ഇങ്ങനത്തെ ഞാൻ മാപ്പ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒക്കെ പോയിട്ട് വേണം നമുക്കിന്ന് തിരിച്ചു വരാന്. അപ്പൊ കൊല്ലംകോട് പോകുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. കാരണം കുറെ ആയിക്കോളും ഇങ്ങനെ പോണം വിചാരിക്കണം. അപ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ ഒറ്റ ദിവസം കൊണ്ട് പോയി എന്റെ ട്രിപ്പ് ഒന്നും വേണ്ടാന്ന് അറിയും മുത്തൂസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് മറ്റേ ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യും. അങ്ങനെ പോവല്ല ഊട്ടിയോ അല്ല വയനാടോ. അപ്പൊ പിന്നെ എന്തായാലും അടുത്തേക്ക് തന്നെ പോവാന്ന് വിചാരിച്ചു. മറ്റേതാവുമ്പോഴേ നാളെ അവനക്ക് മദ്രസ അല്ല സ്കൂള് തുറക്കല്ലേ, സ്കൂള് തുറക്കല്ലേ. അപ്പൊ പിന്നെ കടന്നുറങ്ങണ്ട രാത്രി ആയാലും. അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് തമാശകളും കാഴ്ചകളും. അന്നെന്താ പറ്റിച്ചത്? പാപ്പിലോടുക്കോ? കൊറേ ദിവസമായി പാപ്പിലോട് എന്ന് അറിയണോ എന്ന് വെച്ചാ ഇവിടെ പാപ്പിലിയോ ഉണ്ട്. പാപ്പിലിയോല് കുട്ടികൾ കളിക്കാൻ ഇതിനൊക്കെ ഉള്ളതാണ്. അപ്പൊ കുറച്ച് സൈക്കിളിൽ പോവാന്ന് പറയണോ. ഞാനിങ്ങനെ ചവിട്ടി പിടിച്ച നമുക്ക് നോക്കി നോക്കട്ടോ. അപ്പൊ അങ്ങനെ ഗൈസ്, ഇതാ ഒരു കാട്ടിനുള്ളിൽ കൂടെ ഒക്കെ എത്തി. പാലക്കാട് എത്തിയെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ കാട്ടിലെത്തും. പാലക്കാട് ഒരു ബുദ്ധി എന്തേ? പാലക്കാടല്ലേ പ്രകൃതി രമണിയല്ലേ? രമണിനെ കാണാല്ലേ? രമണിയോ ചോറ് നാൻ പോയിക്ക. അങ്ങനെ മുത്തൂസ് പറഞ്ഞ പ്രകൃതി രമണിന്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ഈ പോണത്. അപ്പുറത്തല്ല പൈനാപ്പിൾ തോട്ടമുണ്ട്. പൈനാപ്പിള് വിളഞ്ഞു നിൽക്കാത്ത പൈനാപ്പിളുടെ തോട്ടം. കാപ്പിത്തോട്ടുണ്ട്. കാപ്പി അത് കാപ്പിയല്ലേ? മരം അതോ? അതാണ് റബ്ബർ മരം എന്ന് പറയണ മരം.
ആണ് റബ്ബറിന്റെ തൈ. കാപ്പിത്തോട്ടൊക്കെ വയനാട്ടിലെല്ലാം ഉണ്ടാവുക, പാലക്കാട് ഇങ്ങനെ. ഞാൻ എന്തൊരു പൊട്ട. ആലത്തൂർ നേരെ പോയി ചേലക്കര റോഡെ കാണിക്കുന്നുണ്ട്. കായാമ്പൂവം പിന്നെ ഇവിടുന്നിപ്പോ ലെഫ്റ്റിക്കാണ് പോകേണ്ടത്. അങ്ങോട്ട് ചേലക്കര, ഇങ്ങോട്ട് ചേലക്കര വടക്കാഞ്ചേരിക്ക് അങ്ങോട്ടാണ്. നമ്മളിപ്പോ അവിടെ നിന്നല്ല വന്നത്. അങ്ങനെ ഞങ്ങള് പോണ വഴിക്ക് ചായ കുടിക്കാൻ നിർത്തിക്കണം. മുത്തൂസിന് അത് കൊണ്ടുണ്ട് കേട്ടാ. മുത്തൂസിന് എവിടെയെങ്കിലും പോവാൻ വണ്ടി കയറി അപ്പം മുതൽ അവൾക്ക് ചായ വേണം. ചായയും പയം പോരും. അവരൊക്കെ അതിന്റെ ആൾക്കാരാണ്. ഇന്നും ബൂസ്റ്റോ ചൂടാറ്റി കൊടുത്തോണ്ട് വേഗം കുടിച്ചിരിക്കാൻ. ഭയങ്കര വളവനാ. ഇപ്പൊ രണ്ടാമത്തേണൊക്കെ തിന്നണല്ലേ. ബൂസ്റ്റ് രണ്ടാമത് വേണമെന്ന്. മൊത്തം കായബജി എടുത്ത് കുടുങ്ങിക്കാം. നമുക്ക് കണ്ടറിയാം. ഇപ്പൊ നമ്മളെവിടെ ഏത് സ്ഥലത്താ? എനിക്ക് പൊറ്റ അവിടെ ബോർഡ് പൊറ്റാണ്. ഒറ്റപ്പാലെന്നല്ല പറഞ്ഞേ. ബൂസ്റ്റ് വേണോ? അങ്ങനെ ഗായ്സ് ഞങ്ങളിതാ എവിടെ എത്തിക്കാ? ഇനി ഒരു 10 കിലോമീറ്ററും കൂടി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? അവിടെ എത്തും. വാമന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അവിടെ എത്തിപ്പോ നമ്മള്. ഞാൻ പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുന്നുണ്ടല്ലേ. പിന്നെ കണ്ടോ ചീമക്കൊന്നിന്റെ മരം ചടപ്പിച്ചു. പോയിക്കാ. ഞാൻ അവിടെ ഞാൻ തള്ളി മറിച്ച് വരികയാണ് തന്നെ. പറണ്ട് തള്ളി മറിക്കാൻ ഞാൻ ആ മനോഹാരത്തിന് മുഴുകിട്ട് ഞാന് പെട്ടെന്ന് ഞാൻ കണ്ട ചീമക്കൊന്നയാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് തള്ളി മറിച്ച് വരുമ്പോ ഒക്കെ അവിടെ കിടന്ന് കോളാക്കി. മലന്റെ മുകളിലൊക്കെ ഒരു അമ്പലൊക്കെ കാണാൻ അമ്പലല്ല, കോളേജോ. അപ്പുറത്തെ ഒരു ഓടിട്ടൊരു കാണുന്നുണ്ട. അമ്പലല്ലേ എന്തോ അത് വാട്ടർ ടാങ്ക് ആണത്. മുത്തശ്ശൻ കോളേജാണത്. മറ്റേ വാട്ടർ അതോറിറ്റിന്റെ ടാങ്ക് ആണ് കാണുന്നത്. അതിന് മേലെ ചണ്ടിൽ വെച്ച്. ഞാൻ പിന്നെ ഒക്കെ പറഞ്ഞാലൊക്കെ ഞാൻ വിശ്വസിക്കോ. അല്ലാണ്ട് വാട്ടർ ടാങ്ക് ആയതുകൊണ്ടല്ല. എന്നാലും കോളേജാണെന്ന് പറഞ്ഞത്. അതിന് മേലെ എഴുതി നോക്കിയൊക്കെ വാട്ടർ അതോറിറ്റിന്റെ ബോർഡ് ഉണ്ടല്ലേ. അതല്ല, ഞങ്ങളിത് പച്ചപ്പ് കണ്ടുട്ടാ. സമാധാനം. അതിലൊക്കെ മുത്തോസ് ഇവിടെ അവിടെയൊക്കെ മറ്റേ പാടം കൊഴുത് മറിക്കണുള്ളൂ. കണ്ടപ്പോ മുത്തോസ് ഒന്ന് പേടിച്ചു. ബാക്ക്ഗ്രൗണ്ട് രസം. ബാക്ക്ഗ്രൗണ്ട് നല്ല രസം ഉണ്ടാവും. അതെന്താ വെച്ചാൽ മുന്നിൽ ഞാനിരിക്കണം, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് അത്ര രസം. ഇക്കരെ പൊക്കാൻ കിട്ടിയ അവസരമൊക്കെ വിടന്നില്ല അല്ലേ. അങ്ങനെ നല്ല രസമുള്ള സ്ഥലങ്ങളെത്തിട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ എത്തി തുടങ്ങി. നമ്മളിതാ ആദ്യം വന്നിട്ടുള്ളത് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം ഉണ്ട്. ഇവിടെ കറുപ്പസ്വാമി ക്ഷേത്രം എന്ന് പറയും. അങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പാർക്കിംഗ് ഉണ്ട്, പേ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ 25 ഉറുപ്പിക കൊടുത്താൽ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ പൈസ കൊടുത്താൽ നല്ല ഉഷാറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് നേരെ പോയേക്കാം. മുത്തശ്ശേ ഇപ്പൊ ഇതിനുള്ളൊക്കെ വരുമ്പോഴുള്ള കാഴ്ച, സൈഡിലൊക്കെ ഒരുപാട് കച്ചവടക്കാരും മറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ചേച്ചി പറഞ്ഞുതരും. ഇവിടെ ഒരുപാട് പ്രത്യേകത ഉള്ള, നമ്മള് പൊതുവെ ഇങ്ങോട്ട് ടൂറിസ്റ്റ് ആയിട്ടാണ് വരല്. ഒരുപാട് പ്രത്യേകത ഉള്ള കറുപ്പസ്വാമി ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. കറുപ്പസ്വാമി ക്ഷേത്രം നനച്ചത് നടക്ക് മുമ്പോട്ട് അതേപോലെ തന്നെ ഇവിടെ നടക്ക് குழந்தை தெய்வம் குழந்தைகள் இல்லாத குழந்தையோ வீடு இல்லாத வீடு പഠിപ്പ് വേലയില്ലാമ അതിനൊക്കെ ഇവിടെ ഓരോ മറ്റേ നേർച്ചകളുണ്ട് കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മറ്റേ മാല വാങ്ങിപ്പോ മാല നമ്മള് ചേച്ചി കച്ചവടത്തിന്റെ അടിയിലാണ് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ കാര്യമായിട്ട് മറ്റേ കട വെട്ടാൻ പറയുമ്പോ എന്താ ആടിനെ കോഴി ഇതിനൊക്കെ വെട്ടിയിട്ട് അതിന് ഫുഡ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്നുള്ള ആളുകൾക്ക് അപ്പോ നമ്മളിവിടെ വന്നപ്പോ നമ്മള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാന്നുള്ളൂ. അപ്പോ നമ്മളിഞ്ഞ് അടുത്ത കാഴ്ചയിലേക്ക് പോവാം. ഞങ്ങള് ചെല്ലച്ചേട്ടനെ കണ്ടു. ഞങ്ങള്
ശീലക്ക വരണം വരണം വിചാരിക്കാന്നല്ലാതെ ഇങ്ങോട്ട് എത്തലില്ല. എപ്പോഴാണെന്ന് അതിനുള്ള സമയം എപ്പോഴായത് എന്നും ഇങ്ങനെ കാണാന്നല്ലാണ്ട് ഇങ്ങോട്ട് എത്തലില്ല. ചേട്ടൻ ഫേമസ് ആണേ. അങ്ങനെ നമ്മുടെ ചെല്ലൻ ചേട്ടന് ചായപ്പീടിയിലെത്തി. നമ്മള് മറ്റേ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക് പോണ വഴിക്കുണ്ട് നമ്മള് ഈ ചെല്ലൻ ചേട്ടൻ്റെ ചായപ്പീടിയ. പക്ഷെ നമ്മള് ആദ്യം അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മളിവിടെ കയറിയത്. അങ്ങനെ ഗൈസ്, മുത്തൂസിന്റെ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ചെല്ലൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് ചായ അടിക്കണം എന്നുള്ളത്. പൊള്ളണേ, ചെരുപ്പ് കളിയുമ്പോ നോക്കണേ, സ്വന്തം കാറിലെല്ലാം നിൽക്കണേ, എന്നിട്ട് ഈ ചെരുപ്പ് ഉരുട്ട് വണ്ടി കയറില്ലേ, ചെരുപ്പ് ഒന്ന് കൊണ്ട് കളഞ്ഞു. അപ്പൊ ഗൈസ് അങ്ങനെ മുത്തൂസിന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് 2 ചായ മുത്തൂസ് കുടിച്ചല്ലേ മുത്തൂസ? നട്ടുച്ച നേരത്താണെന്നുണ്ടെങ്കിലും ചെല്ലൻ ചേട്ടന്റെ കടയിൽ വന്ന ഒരു ചായ കുടിക്കണം. മസ്റ്റാണല്ലേ. 2 ചായ മുത്തൂസ് കുടിച്ചല്ലേ മുത്തൂസ? 2 ചായ ഒരു നട്ടുച്ചക്ക്. അങ്ങനെ നമ്മള് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തൊക്കെ പോകണല്ലേക്ക.